ഇന്നത്തെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഇവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ മലയാളത്തിന്റെ ലാലേട്ടന്റെ ഏറ്റവും വലിയ വിജയം നേടിയെടുത്ത തുടരും എന്ന സിനിമ തിയേറ്ററുകളിൽ നിന്നും OTT-യിൽ റിലീസ് ചെയ്യാനായിട്ടിറങ്ങുകയാണ്. ഇന്ന് വൈകിട്ട് 6 മണിയോടെ സിനിമയുടെ ഒഫീഷ്യൽ OTT പ്രഖ്യാപനം OTT പ്ലാറ്റ്ഫോമായ ജിയോ ഹോട്ട്സ്റ്റാറിൽ നിന്ന് വന്നിരിക്കുന്നു. അത് പ്രകാരം സിനിമ ഈ ആഴ്ച മെയ് 30-ാം തീയതി ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ OTT റിലീസ് ആകുന്നതാണ്. ലാലേട്ടന്റെ തുടരും എന്ന സിനിമ മലയാളത്തിന് പുറമെ പാൻ-ഇന്ത്യൻ ഭാഷകളിൽ 5 ഭാഷകളിൽ OTT ലഭ്യമാകുമെന്നാണ് ഏറ്റവും പുതിയ ഒഫീഷ്യൽ പ്രഖ്യാപനം. ഒരു മലയാളം സിനിമയുടെ റെക്കോർഡ് വേൾഡ് വൈഡ് ഷെയർ, റെക്കോർഡ് കേരള കളക്ഷൻ, ഇൻഡസ്ട്രി തുടങ്ങിയ ഒരുപാട് നേട്ടങ്ങൾ, വാക്കുകൾക്ക് അതീതമായ ഒരുപാട് നേട്ടങ്ങൾ നേടിയെടുത്ത ലാലേട്ടൻ സിനിമയാണല്ലോ തരൺമൂർത്തി സംവിധാനം ചെയ്ത് തുടരും. കഴിഞ്ഞ ഒരുപാട് വർഷങ്ങളായിട്ട് ലാലേട്ടന്റെ സിനിമകൾ നിരത്തി സ്വന്തമാക്കിയിരിക്കുന്ന ഒരു OTT പ്ലാറ്റ്ഫോം ആണല്ലോ ജിയോ ഹോട്ട്സ്റ്റാർ. തിയേറ്ററുകളിലേക്ക് എത്തുന്ന സകല ലാലേട്ടൻ സിനിമകൾ കൃത്യം 28-ാം ദിവസം OTT റിലീസ് ചെയ്യാറാണുള്ളതെങ്കിൽ ഇവിടെ ഒരു മാസം വൈകിയാണ് 35-ാം ദിവസമാണ് തിയേറ്ററുകളിലേക്ക് എത്തിയതിനു ശേഷം തുടരും OTT റിലീസ് ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ ഏപ്രിൽ 25-ാം തീയതി തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമ ലാലേട്ടന്റെ ജന്മദിനത്തിൽ മെയ് 21-ാം തീയതി സ്ട്രീം ചെയ്യേണ്ടിരുന്നതായിരുന്നു. എന്നാൽ തിയേറ്ററുകളിലെ പ്രതിദിനം വൻ കളക്ഷൻ നേരിടുത്ത് മുന്നേറവേ സിനിമയുടെ OTT റിലീസ് നീട്ടിവെക്കണമെന്ന നിർമ്മാതാവിന്റെ ആവശ്യമാണ് സിനിമയുടെ റിലീസ് 10 ദിവസത്തിലേക്ക് നീട്ടിയത്. എന്തായാലും തുടരുമെന്ന സിനിമ 30-ാം തീയതി ഈ ആഴ്ച OTT റിലീസ് ആകുകയാണ്. ഇന്നലെ പോലും തിയേറ്ററുകളിൽ 1 കോടിയിലധികം ഗ്രോസ് വന്ന തുടരുമെന്ന സിനിമ അപ്പോൾ ഈ ആഴ്ച OTT-യിൽ ലഭ്യമാകുമ്പോൾ കൂടുതൽ പ്രേക്ഷകരിലേക്ക് സിനിമ എത്തപ്പെടാനായിട്ടിറങ്ങുകയാണ്. നമുക്ക് കാത്തിരിക്കാം മെയ് 30-ാം തീയതിയിലെ സിനിമയുടെ OTT റിലീസിനായിട്ടൊപ്പം തന്നെ ലാലേട്ടനെ കുറിച്ചുള്ള പ്രശംസകൾ ഇനി അങ്ങോട്ട് കേൾക്കുവാനായിട്ട് കൂടുതൽ തുടരും വാർത്തകൾക്ക്.